നിക്ക്. സ്വന്തം അനിയനെ കേസ് പറഞ്ഞ് തോപ്പിക്കാനും അവന് കാലണ പോലും കൊടുക്കാതിരിക്കാനും നീ എന്ത് പോക്കണക്കേടും കാണിക്കുന്ന എനിക്കറിയാം. സ്വന്തം എന്തോ നിനക്ക് വെറും പലിശ കണക്കാ. നീ എന്താ വിചാരിച്ചേ? നീ വലിയ മിടുക്കനാന്നോ? ഒരമ്മയും സ്വന്തം മകനെ പ്രാകാത്ത വിധം നിന്നെ ഞാൻ പ്രാഗിട്ടുണ്ടറാ. പക്ഷെ നീ ഒന്നറിഞ്ഞു, പെറ്റ തള്ളയുടെ ഉള്ളു പൊള്ളിച്ചവരാരും ഗതി പിടിച്ചിട്ടില്ല. സ്വന്തം ബന്ധം നിനക്ക് വെറും പലിശ കണക്കാ. നിന്റെ വിചാരം എന്തുവാ? നീ വലിയ മിടുക്കനാന്നോ? ഒരമ്മയെ സ്വന്തം മകനെ ശപിക്കാത്തവണ്ണം നിന്നെ ഞാൻ ശാപിച്ചിട്ടുണ്ടറാ. അമ്മയുടെ കുരുത്തത്തിലോ അനുഗ്രഹത്തിലോ ഒന്നും നിനക്ക് മഹിമ കാണത്തില്ല. പക്ഷെ ഒന്ന് നീ അറിഞ്ഞു, പെറ്റ തള്ളയുടെ ഉള്ളു പൊള്ളിച്ചവരാരും ഗതി പിടിച്ചിട്ടില്ല ഇതുവരേക്കും. ഒരമ്മയും സ്വന്തം മകനെ പ്രാകാത്ത പോലെ നിന്നെ ഞാൻ പ്രാഗിട്ടുണ്ടറാ. നിന്റെ മനസ്സിൽ സകല മനുഷ്യത്വം ബാക്കി നിപ്പുണ്ടേ. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ തെണ്ണിപ്പിച്ച് നിന്റെ അനിയന് ദ്രോഹം വരുത്തി നീ കുന്നുകൂട്ടുന്ന സമ്പത്തൊക്കെ അതിനെന്ത് മഹത്വമാണുള്ളത്? കോടതി മുറിയിലല്ല, എന്റെ മുമ്പിലാ നീ ഉത്തരം പറയേണ്ടത്. നീ ഈ ചെയ്യുന്നതൊക്കെ ആർക്കു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ ആരാ? സ്വന്തവും ബന്ധവും കണക്ക് പുസ്തകങ്ങൾ അക്കങ്ങളായി മാത്രം കാണുന്ന വെറും പലിശക്കാരൻ, സ്നേഹമില്ലാത്തവൻ, അലിവില്ലാത്തവൻ, ഇട്ടുമൂടാനുള്ള പണത്തിന് പുറമെ അമ്മയുടെ പ്രാക്ക് മാത്രം സ്വന്തമായിട്ടുള്ളവൻ, ഒരു നശിച്ച ജന്മം. അമ്മ ചോദിച്ചല്ലോ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയാണ് ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത്. അമ്മയ്ക്ക് ഓർമ്മയില്ലയോ അച്ഛനെ അന്വേഷിച്ച് ഞാനും ദിവാകരൻ കൊച്ചേട്ടനും കൂടെ മധുരയ്ക്ക് പോയത്? ഞാനും കൊച്ചേട്ടനും കൂടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെന്നു. അവിടെ എല്ലാം അച്ഛനെ അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത്, അന്ന് രാവിലെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ഒരാൾ പ്രദക്ഷിണ വഴി ബോധം കെട്ടി വീണിരുന്നു. ആശുപത്രി കൊണ്ട് പരിശോധിച്ചപ്പോൾ ആൾ വിഷം കഴിച്ചിരുന്നു. ആളിൻ്റെ പേര് മാധവൻ മേനോൻ. എൻ്റെ അച്ഛൻ. അവിടെ ഒരു ചുടുകാട്ടിൽ അച്ഛനെ ദയിപ്പിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയ ഞാൻ കാണുന്നത് ഒരു കയറിൻ്റെ അറ്റത്ത് കിടന്ന് പിടിക്കുന്ന അമ്മയും രാമകൃഷ്ണനുമാണ്. ഞാൻ എന്ത് വേണമായിരുന്നു? ഞാൻ അമ്മയോട് പറയണമായിരുന്നു അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. അച്ഛനോടുള്ള വാക്ക് പാലിക്കാൻ അന്ന് മുതൽ എൻ്റെ മനസ്സിൻ്റെ വാതിൽ നിങ്ങളുടെ മുന്നിൽ കൊട്ടിയടച്ചു. അവനോടോ അമ്മയോടോ ഒരു തരി സ്നേഹം കാണിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. അറിയാതെ ഞാനെല്ലാം തുറന്നു പറഞ്ഞാലോ, എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാതെ അമ്മയുടെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട്. ഈ കാൽ തൊട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അനിയനോട് കർക്കശക്കാരനാകുമ്പോൾ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അവൻ നന്നാവണം. അച്ഛൻ്റെ വാസനകൾ കിട്ടിയ അവന് അച്ഛൻ്റെ തെറ്റ് പറ്റരുത്. കല്യാണത്തിന് ചെലവാക്കി കാശ് തിരിച്ചു ചോദിച്ചത് അവനെ വാശിയും തൻ്റെ ഉള്ളൊരു പുരുഷനാക്കാൻ വേണ്ടിയാണ്. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഇന്നും അമ്മയുടെ നെറ്റി ചാർത്തിയുള്ള സിന്ദൂരത്തിൻ്റെ പ്രതീക്ഷയുണ്ടല്ലോ, അച്ഛൻ എന്തെങ്കിലും ഈ പടി കടന്ന് വരുമെന്ന്. അമ്മയുടെ ആ കാത്തിരിപ്പിന് ഞാൻ കൊടുത്ത വിലയാണ് അമ്മേ എൻ്റെ ജീവിതം. അമ്മ ചോദിച്ചല്ലോ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന്. എൻ്റെ അച്ഛന് വേണ്ടി. എനിക്ക് ജയിച്ചേ പറ്റൂ അമ്മേ, ഞാൻ ജയിക്കും. മക്കളെ, എന്ത് പ്രായശ്ചിത്താ ഈ അമ്മ നിന്നോട് ചെയ്യേണ്ടത്? ഇത്രയും നാളും എന്നെ ശബ്ദ നാവുകൊണ്ട് ഒരിക്കലെങ്കിലും അമ്മ ഒന്ന് പറയണം ഞാൻ നന്നാവുന്നു. മക്കളെ, പൊന്നു മക്കളെ.